Hello all, welcome back to the Atomic Literature. So this is the part 2 of the particular essay, what is Patriarchy, which is written by Kamala, Bhasin. അപ്പോൾ എല്ലാവരും പാർട്ട് 1 കേട്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ ബേസിക്കലി പാട്രിയാർക്കി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അത് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ സൊസൈറ്റിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ള രീതി ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് നൗ നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് മെൻ കൺട്രോൾ ഇൻ എ പാട്രിയാർക്കൽ സിസ്റ്റം. പുരുഷന്മാർ എന്തൊക്കെയാണ് ഈ ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. സോ ദർ ആർ വേരിയസ് ഏരിയാസ്, ലൈക്ക് നമ്മുടെ സ്ത്രീകളുടെ പല പല ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട് പുരുഷന്മാരുടെ കൺട്രോൾ ഉള്ളത്. അതിൻ്റെ ഒന്നാണ് ദ ലേബർ പവർ ഓർ ദി പ്രൊഡക്റ്റീവ് പവർ. അതായത് എന്താണ്, നമ്മുടെ ഹൗസ് ഹോൾഡിലായിക്കോട്ടെ ഔട്ട്സൈഡ് ആയിക്കോട്ടെ മെന്നാണ് സ്ത്രീകളുടെ പ്രൊഡക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ വിത്തിൻ ദ ഹൗസ് ഹോൾഡിലാണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് ഫ്രീ സർവീസ് കൊടുക്കുക, ഹസ്ബൻഡിനെ ടേക്ക് കെയർ ചെയ്യുക, വീട്ടിലുള്ള എല്ലാവരെയും നോക്കുക, അതെല്ലാമാണ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇസ് ദ മെൻ ഇൻ ദെയർ ഫാമിലി. വുമൻസ് ലേബർ ഈസ് എക്സ്പ്രോപ്രിയേറ്റഡ് ബൈ ദർ ഹസ്ബൻഡ്സ് ആൻഡ് അതേഴ്സ് ഹു ലീവ് ദെയർ. അതായത് ഷീ സേസ് housewives are the producing classes while husbands are the expropriating classes എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് വുമൻസ് ലേബർ ഔട്ട്സൈഡ് ദ ഹോം ഇൻ സെവറൽ വേസിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. they forced their women to sell their labor or they may prevent them from working. ഒന്നെങ്കിൽ മീൻസ് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ സ്ത്രീകൾക്കുണ്ട്. They may appropriate what women earn. They may selectively between them to work intermittently. These women are excluded from better paid jobs. അതായത് അവരെല്ലാം എല്ലുമുറിയെ പണിയെടുത്താൽ പോലും സ്ത്രീകൾക്ക് എന്താണ്, കമ്പയർഡ് ടു മെയിൽ, പുരുഷന്മാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെന്നിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും ജോലി ഒരുപാടുണ്ട്, പക്ഷെ അതിനുള്ള ശമ്പളം കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ എല്ലാം എന്താണ്, ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എൻ എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഈ ഒരു വിമൻസ് ലേബറിൽ ഈവൻ ഇൻ ദ ഫാമിലി ഓർ ഇൻ ദ സൊസൈറ്റി ഇത് നമുക്ക് കാണാൻ സാധിക്കും. വുമൻസ് റിപ്രൊഡക്ഷൻ പവറിൽ സ്ത്രീകൾ എത്ര കുട്ടികൾ വേണം, സ്ത്രീകൾക്ക് എപ്പോൾ കുട്ടികൾ വേണം, സ്ത്രീകൾക്ക് കുട്ടികൾ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പുരുഷന്മാരാണ്. ഇപ്പോൾ ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭർത്താവാണ് തീരുമാനിക്കുന്നത് ഇതെല്ലാം എപ്പം വേണം, എപ്പം നടക്കണം എന്നൊക്കെ ഉള്ളത്. കോൺട്രാസെപ്ഷൻസ് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാമോ, അബോർട്ട് ചെയ്യണോ, ഇതെല്ലാമുള്ള അവരുടെ ഡിസിഷൻസ് ആണ്. സോ ഒരു ചർച്ചിലായിക്കോട്ടെ സ്റ്റേറ്റിലായിക്കോട്ടെ വി ക്യാൻ സീ ദാറ്റ് apart from individual male control, male dominated institutions like the church or state also lay down rules regarding women's reproductive system. അതായത് ഹസ്ബൻഡ് പൊയ്ക്കോട്ടെ, അത് പോരാഞ്ഞിട്ട് സ്റ്റേറ്റ് അല്ലെ ചർച്ചുകൾ പോലും പലപ്പോഴും വുമൻ്റെ സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളുകൾ വെക്കാറുണ്ട്. ഇപ്പോൾ കത്തോലിക് ചർച്ചിലാണെങ്കിൽ മെയിൽ റിലീജിയസ് ഹയറാർക്കി ഡിസൈഡ്സ് വിത്ത് മെൻ ആൻഡ് വുമൻ ക്യാൻ യൂസ് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് വിച്ച് മെത്തേഡ്സ് ആർ പെർമിസിബിൾ. എന്താണ്, അൺവാണ്ടഡ് ചിൽഡ്രനെ അബോർട്ട് ചെയ്യാമോ എന്നൊക്കെ തീരുമാനിക്കുന്ന കത്തോലിക് ചർച്ചിൻ്റെ ഹയറാർക്കിക്കൽ ഇതാണ്. അപ്പം ഇറ്റ് ഈസ് ഫണ്ണി ടു ഹിയർ. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ രീതിയിൽ എന്താണ്, സ്ത്രീകളുടെ മുകളിൽ, സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് പവറിൻ്റെ മുകളിലും പുരുഷന്മാർ കൈകടത്താറുണ്ട്. അതുമാത്രമല്ല പിന്നെ നമുക്ക് കാണാൻ സാധിക്കും മലേഷ്യ വുമൻ ഹാവ് ബീൻ ഏഴ്സ്ഡ് ടു ഹാവ് സെവറൽ ചിൽഡ്രൻ ഇൻ ഓർഡർ ടു എൻഷുർ എ സീസബിൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഫോർ ദ കൺട്രീസ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. ഇൻ യൂറോപ്പ് വെർ ബർത്ത് റേറ്റ്സ് ആർ വെരി ലോ, വുമൻ ആർ ലിയോർഡ് ത്രൂ വേരിയസ് ഇൻസെൻറ്റീവ്സ്. അതായത് യൂറോപ്പിലൊക്കെ ഇപ്പം അവിടെ ബർത്ത് റേറ്റ് കുറവാണെങ്കിൽ സ്ത്രീകൾക്ക് അഡീഷണൽ പേയ്മെൻറ്റ്സും ഇൻസെൻറ്റീവ്സും ഒക്കെ കൊടുത്തിട്ട് അവരെ ല്യൂർ ചെയ്യുകയാണ് കൂടുതൽ കുട്ടികളെ പ്രസവിക്കുക എന്നുള്ള രീതിയിൽ. ആൻഡ് ദേ ആർ ഗിവൺ ഫുള്ളി പെയ്ഡ് ആൻഡ് വെരി ലോങ് മെറ്റേണിറ്റി ലീവ്. നമുക്ക് കാണാം മെയിലിന് മെറ്റേണിറ്റി ലീവ് കുറവാണ്, പക്ഷേ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് അല്ലെ പെറ്റേണിറ്റി ലീവ് കൂടുതലാണ്. ബിക്കോസ് അവർക്ക് ആ ഒരു എന്താണ് ഫെസിലിറ്റീസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. The ideology and the politics of the state also change according to the demand for labor birth economy. അപ്പം ജർമ്മനിയിലെ വേൾഡ് വാർ 2 ശേഷം when labor power was required to rebuild the country, women were called upon to take up jobs and participate in national building. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് ഈ ജർമ്മനിയിൽ കാണാൻ സാധിക്കും. സോ പാട്രിയാർക്കി എന്താണ്, not only forces women to be mothers but also determine the conditions of their motherhood. അതായത് എന്താണ്, സ്ത്രീകളോട് അമ്മമാരാവാൻ മീൻസ് അതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരുടെ മദർഹുഡിനെ, അവരുടെ മാതൃത്വത്തിൽ പോലും കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു റിപ്രൊഡക്ഷൻ പവറിനകത്ത് പറയുന്നത്. ദെൻ കൺട്രോൾ ഓവർ വിമൻസ് സെക്ഷുവാലിറ്റി. അതായത് എന്താണ്, അവരുടെ സെക്ഷുവൽ സർവീസസ് പോലും
അവർ സ്ത്രീകൾ പലപ്പോഴും സെക്ഷൽ സർവീസസ് കൊടുക്കാൻ ഒബ്ലിജ്ഡ് ആണ്, അതായത് പുരുഷന്മാരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി. The whole moral and legal regime exists to restrict the expression of women's sexuality outside marriage in every society. At the other end of the spectrum, men may force their wives, daughters or other women in their control into prostitution, trading their sexuality. അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ട്രേഡിംഗ് ഒക്കെ സംഭവിക്കുന്നത് സ്ത്രീകളിലാണ്. അല്ലെങ്കിൽ റേപ്പ് ആൻഡ് ദ ത്രെറ്റ് ഓഫ് റേപ്പ്, അതൊക്കെ വുമന്റെ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്തിരുന്ന അല്ലെ അതിലേക്കുള്ള ഒരു രീതിയാണ് ഈ ഒരു റേപ്പ് അല്ലെങ്കിൽ റേപ്പ് ത്രെട്ട് എന്നൊക്കെ പറയുന്നത്. ഇൻ ഓർഡർ ടു കൺട്രോൾ വുമൻസ് സെക്ഷുവാലിറ്റി, ദ ഡ്രസ്, ബിഹേവിയർ ആൻഡ് മൊബിലിറ്റി ആർ കെയർഫുള്ളി മോണിറ്റേർഡ് ബൈ ദ ഫാമിലിയൽ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് കോഡ്സ് ഓഫ് ബിഹേവിയർ. അതായത് സ്ത്രീകൾ എന്ത് ധരിക്കണം, ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്ത് ധരിക്കണം എന്ന് പോലും തീരുമാനിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഇറ്റ്, റേപ്പ് മേ നോട്ട് ഹാവ് എക്സിസ്റ്റഡ് ഇൻ എവറി സൊസൈറ്റി ബട്ട് ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് പാട്രിയാർക്കി. പലപ്പോഴും പാട്രിയാർക്കി ആണ് ഈ ഒരു റേപ്പിനെയൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ദ അതർ തിങ് ഇസ് ദ വുമൻസ് മൊബിലിറ്റി. സ്ത്രീകളുടെ മൊബിലിറ്റിയിൽ ഉള്ള കൺട്രോളും പുരുഷന്മാർക്കുണ്ട്. ദാറ്റ് ദ ഇമ്പോസിഷൻ ഓഫ് പർദ്ദ ആയിക്കോട്ടെ, പർദ്ദ ധരിപ്പിക്കാനുള്ളത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്പേസിലുള്ള കാര്യങ്ങൾ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെപ്പറേഷൻ കൊടുത്തത്, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ സെക്സസ്, അതായത് സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കേണ്ട അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നത്, ഇതെല്ലാം എന്താണ് സ്ത്രീകളുടെ ഫ്രീഡത്തെ കൺട്രോൾ ചെയ്യുന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ദെൻ വി ഹാവ് ദ പ്രോപ്പർട്ടി ആൻഡ് അതർ എക്കണോമിക് റിസോഴ്സസ്. മോസ്റ്റ് പ്രോപ്പർട്ടി അല്ലെ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഒക്കെ എപ്പോഴും മെന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. എവറി വുമൻ ഹാവ് ദ ലീഗൽ റൈറ്റ് ടു ഇൻഹെറിറ്റ് സച്ച് അസറ്റ്സ്. നമുക്കിപ്പം എന്താണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വൺ മാൻ ടു അനദർ ആണ് ഇതിൻ്റെയൊക്കെ പാസിങ് നടക്കുന്നത്, ഫാദർ ടു സൺ അങ്ങനെയൊക്കെ. അപ്പം അതും ഒരു കൈൻഡ് ഓഫ് എൻ എക്സാമ്പിൾ ആണ് വേർ men has more power than women or men is superior to women എന്നുള്ളതിൻ്റെ. Then the other question is, next question is, you earlier said that all economic, political, religious, social and cultural institutions are by and large controlled by men. Can you elaborate? അതായത് നമ്മുടെ പൊളിറ്റിക്കൽ, റിലീജിയസ്, എക്കണോമിക്കലി ഇതെല്ലാം സ്ട്രേറ്റേഴ്സ് ഓഫ് സൊസൈറ്റിയിലും ആയിക്കോട്ടെ അതെല്ലാം മെന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഫാമിലി, വെരി സിമ്പിൾ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലിയിൽ ആരാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡ് ഓഫ് ദി ഫാമിലി? ഇറ്റ് ഈസ് ദ മാൻ. അച്ഛന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, അവരാണ് നമ്മുടെ ഫാമിലിയിലെ ഹെഡ് എന്ന് പറയുന്നത്. അവരാണ് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി, സ്ത്രീകളുടെ ലേബർ, സ്ത്രീകളുടെ പ്രൊഡക്ഷൻ, സ്ത്രീകളുടെ റിപ്രൊഡക്ഷൻ, സ്ത്രീകളുടെ മൊബിലിറ്റി, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഫാമിലിയിലെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുരുഷന്മാർ, ഹസ്ബൻഡ് ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, അതാണ് ഫാമിലിയിൽ പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു റിലീജിയൻ, അവിടെയും മെയിൽ അതോറിറ്റി ആസ് സുപ്രീം. ദേ പ്രസൻസ് ദ പാട്രിയാർക്കൽ ഓർഡർ ആസ് ബീങ് സൂപ്പർ നാച്ചുറലി ഓർഡെയിൻഡ്. ഇപ്പം ആലോചിച്ചാൽ മതി, എന്താണ് the feminine principle of power which existed before the evolution of institutionalized religions has been gradually weakened. അതായത് goddesses have been replaced by gods. അല്ലെങ്കിൽ എല്ലാ മേജർ റിലീജിയനും അവരുടെ എല്ലാം have been created, interpreted and controlled by the upper class and upper caste men. അതെല്ലാം they have influenced state policy. ഇപ്പോൾ സൗത്ത് ഏഷ്യയിലാണെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ പ്രസൻസ് വളരെയേറെ നമുക്ക് കാണാൻ സാധിക്കും. സെക്യുലർ കൺട്രി, എ പേഴ്സൺസ് ലീഗൽ ഐഡന്റിറ്റി വിത്ത് റിഗാർഡ് ടു മാരേജ്, ഡിവോഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഹിസ് ഓർ ഹെർ റിലീജിയൻ. അപ്പം റിലീജിയനിലും ഇത് ഒരു മെയിൽ ഡൊമിനേറ്റഡ് സിസ്റ്റമാണ്. പിന്നെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഈവൻ ഇൻ ദ കേസ് ഓഫ് എന്താണ് നമ്മൾ പറയുക, മെൻ കൺട്രോൾ ദ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോപ്പർട്ടി കൂടുതൽ ഉണ്ടാകുന്നത്, അല്ലെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കൂടുതൽ ഡയറക്റ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം പുരുഷന്മാരാണ്. അപ്പോൾ ആ ഒരു എക്കണോമിക് സിറ്റുവേഷനിലും എക്കണോമിക് സിസ്റ്റത്തിലും ഡൊമിനൻ്റ് എന്ന് പറയുന്നത് മെയിലാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം, അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ആരെയാണ്? ഇറ്റ് ഈസ് എ മെയിൽ ഡൊമിനേറ്റഡ് സിസ്റ്റം. അതായത് there are only a handful of women, വളരെ കുറച്ചുള്ള വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ പോലെ പൊളിറ്റിക്സിലുള്ള, അവിടെയും ഈ ഒരു മെയിൽ ഡൊമിനൻസ് ആണ് കാണുന്നത്. when some women do assume important political positions like ഇന്ദിരാ ഗാന്ധി, ബെനസീർ ഭൂട്ടോ, ഖാലിദ സിയ, അവരെല്ലാം they do so at least initially because of their association with some strong male political personalities. In spite of being the only region in the world that has had so many women heads of states, the percentage of women parliament has never and nowhere been more than 10% in South Asia എന്നാണ് പറയുന്നത്.
Then comes the media. മീഡിയയിലും ആരാണ് കാണാൻ സാധിക്കുന്നത്? ഇറ്റ് ഈസ് ദ മെയിൻ അപ്പർ കാസ്റ്റ് മെൻ ആണ്. നമുക്ക് കൂടെ ഫ്രം ഫിലിംസ് ടു ടെലിവിഷൻസ് ടു മാഗസീൻസ് ഇവിടെ എല്ലാം വിമന്റെ പോർട്രയൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റീരിയോ ടിപ്പിക്കൽ ആൻഡ് ഡിസ്റ്റോർട്ടഡ്. ഈവൻ ദ മൂവി ദാറ്റ് ഇസ് ബീങ് റിലീസ്ഡ് ടുഡേ, നമ്മളൊരു 10 മൂവിക്കകത്ത് ഒരു 8 എടുത്ത് നോക്കിയാൽ അതിലെല്ലാം വിമനെ ഭയങ്കര സ്റ്റീരിയോ ടിപ്പിക്കൽ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ്, അല്ലെ മെയിൽ സുപ്പീരിയോറിറ്റി ആണ് അതിലെ മെസ്സേജ് എന്ന് പറയുന്നത് പോലും. നമ്മളൊക്കെ ഇങ്ങനെ വാദോരാതെ പറയുന്നുണ്ടെങ്കിൽ പോലും വി ക്യാൻ സ്റ്റിൽ സീ ദറ്റ് ഹൗ പീപ്പിൾ ഇപ്പൊ നമ്മളിതെല്ലാം പറയും ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു മൂവി കണ്ടുപോയി എൻജോയ് ചെയ്യുന്നവരുണ്ട്. അതാണൊരു ഫണ്ണി സൈഡ് ഓഫ് ദിസ് എന്ന് പറയുന്നത്. അപ്പം അത് ഈവൻ മൂവീസിൽ പോലും ഇപ്പം ഏറ്റവും കൂടുതൽ സോഷ്യൽ നമ്മൾ ആലോചിക്കണം, ഈ മൂവീസിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവരെല്ലാം വളരെ നമ്മുടെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. അവര് പോലും ഇത് പ്രൊമോട്ട് ചെയ്തിട്ടാണ് മൂവീസ് ചെയ്യുന്നത്. ദേ കുഡ് ഹാവ് സെറ്റ് നോ, റൈറ്റ്? അപ്പൊ അവിടെയും മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ദിസ് മെയിൽ ഡൊമിനേറ്റഡ് സിസ്റ്റം. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നോളജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കാണാം മെൻ ഈസ് അസ്യൂമിങ് ദ കൺട്രോൾ ഓവർ വിമൻ in the art of in the areas of knowledge, even it is philosophy, theology, law, culture, literature, arts, science, ഇവിടെ എല്ലാം അത് തന്നെയാണ്. And then in many cultural women were systematically prevented from studying the scriptures. Even today there are very few who are allowed to reinterpret religious and legal texts. അതായത് ലീഗൽ ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് പോലും ഇപ്പൊ ഇന്റർപ്രറ്റ് ചെയ്യാൻ പണ്ടൊക്കെ ഒട്ടും അനുവദിക്കും, ഇപ്പോഴാണ് പിന്നെ നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നത്. So in this knowledge and education system, we can see that male is standing as the dominated power. And the next question is that, don't some feminists believe that there is institutionalized violence against women in many societies? So it is yes, that we can see many kinds of violences. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുകളിൽ കൊണ്ടുവരുന്ന ഒരുപാട് കൈൻഡ്സ് ഓഫ് വയലൻസുകളുണ്ട്. അതായത് എന്താണ് ബിഹേവിയറൽ, ഇപ്പം ഇറ്റ് ഇസ് ബിഹേവിയർ റുട്ടീൻലി എക്സ്പീരിയൻസ് ബൈ വുമൻ ഫ്രം മെൻ. അതിപ്പം വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഇഷ്യൂസ് ടേക്കൺ അപ്പ് ബൈ ദി ഇന്റർനാഷണൽ വുമൻസ് മൂവ്മെന്റ്. ഡിസ്കഷന് വേണ്ടി ആദ്യം എടുക്കാൻ തീരുമാനിച്ചൊരു മൂവ്മെന്റിന്റെ ഭാഗം പോലും അവരുടെ ഫസ്റ്റ് ഇഷ്യൂ പോലും സ്ത്രീകൾ പുരുഷന്മാരുടെ മുകളിൽ കൊണ്ടുവരുന്ന ഇഷ്യൂ വയലൻസുകളാണ്. ഇപ്പം according to Mary Daly, the rulers of patriarchy wage an increasing war against life itself. So in South Asia, violence against women has been exclusively documented and commented upon, and attempts have been made to see the relationship between violence and its economic exploitation. അത് നമുക്ക് കാണാൻ സാധിക്കും. Then women face specific forms of violence, അതായത് റേപ്പ് ആയിക്കോട്ടെ, സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ്, സതി, ഡൗറി മർഡേഴ്സ്, വൈഫ് ബീറ്റിംഗ്, ഇതെല്ലാം നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന കൈൻഡ് ഓഫ് വയലൻസസ് ആണ്. പിന്നെ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കണ്ടിന്യൂഡ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ആണ് കൊണ്ടുവരുന്നത് സ്ത്രീകളിൽ. എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ആണ്, സോഷ്യലി സപ്രസ്ഡ് ആണ്. പിന്നെ വർക്ക് സ്പേസിലുള്ള വയലൻസ്, വീട്ടിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോടുള്ളത്, ഇതെല്ലാം എന്താണ്? ഫോർ ദീസ് റീസൺസ് മാസ് വുമൻസ് മൂവ്മെന്റ് ഷുഡ് ഫോക്കസ് ഓൺ ദി സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദം ഇൻ ദ ഹോം ഓർ ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് പറയുന്നത്. So can we say that male control over all these institutions benefits them directly? അപ്പം ജനറലി സ്പീക്കിംഗ് നമുക്ക് പറയാം, ഈ മെയിൽ കൺട്രോൾ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ മെയിൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ബെനിഫിഷ്യൽ ആണ്. Then men benefit not only in the terms of greater privilege and control, അതിൻ്റെ അപ്പുറം എക്കണോമിക് ആൻഡ് മെറ്റീരിയൽ ബെനിഫിറ്റ്സും അവർക്ക് കിട്ടുന്നുണ്ട്. പാട്രിയാർക്കിക്ക് നല്ലൊരു മെറ്റീരിയൽ ബേസിസ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് സിൽവിയ വാൽബി ഈസ് saying that women are the producing class and the men are the expropriating class. Then Heidi Hartman, a feminist scholar who sees a very close link between patriarchy and capitalism. അതായത് എന്താണ് പറയുന്നത്? ജോബ്സിൻ്റെ അകത്താണെങ്കിലും ആർക്കാണ് കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ദ മെൻ. പിന്നെ മോണോഗാമസ് ഹെട്രോസെക്ഷൽ മാരേജിലാണെങ്കിൽ പോലും മോണോഗാമസ് ഹെട്രോസെക്ഷൽ മാരേജിൽ എന്താണ്? വൺ റിലേറ്റീവ്ലി റീസൺ ആൻഡ് എഫിഷ്യന്റ് ഫോം ദാറ്റ് സീംസ് ടു അലോ മെൻ to control both these areas. So controlling women's access to the resources and the sexuality in turn allows men to control women's labor power. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ മെന്നിൻ്റെ ഈ ഒരു കൺട്രോൾ പവർ കൂടുകയാണ്. പിന്നെ സർവീസസ്, പുരുഷന്മാർക്ക് സ്ത്രീകൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് അവർക്ക്. അവരുടെ ഫാമിലി മീൻസ് അവർ പല അൺപ്ലസന്റ് ആയിട്ടുള്ള ടാസ്കുകളാണ് സ്ത്രീകൾ വീട്ടിൽ ചെയ്യുന്നത്.
മെയിൽസ് കുട്ടികളെ നോക്കുന്നത് അൺപ്ലസന്റ് എന്നല്ല, പക്ഷെ എന്നാൽ പോലും ദാറ്റ് ഹാസ് ടു ബി ഷെയർഡ്. പക്ഷെ അതുപോലും ചെയ്യുന്നില്ല പുരുഷന്മാർ. അപ്പം അതെല്ലാം എന്താണ് ഒക്കെ ഇൻസൈഡ് അല്ലെ ഫാമിലി സെറ്റിങ്ങിന് അകത്തുള്ളത് പോലും മാട്രിയാർക്കൽ ബേസ് ഓഫ് പാട്രിയാർക്കി then does not rest solely on childbearing in family but on all the social structures. സ്ത്രീകളുടെ ലേബറിന് മുകളിൽ കൺട്രോൾ കൊടുക്കുന്ന എല്ലാ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ആർ വിമൻ കംപ്ലീറ്റ്ലി പവർലെസ് ഇൻ ദിസ് പാട്രിയാർക്കൽ സിസ്റ്റം? അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ആർ വിമൻ കംപ്ലീറ്റ്ലി പവർലെസ്? സോ ഇൻ ജനറൽ മെൻ ഹെൽഡ് പവർ ഇൻ, നമുക്കറിയാം ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷന് മുകളിലും പുരുഷന്മാർക്കാണ് പവർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായും സ്ത്രീകൾ പവർലെസ് ആവുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈലന്റ് ആയി പോകുന്നു എന്നല്ല. പക്ഷേ നോ അൺഈക്വൽ സിസ്റ്റം ക്യാൻ കണ്ടിന്യൂ വിതൗട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ഒപ്രസ്ഡ്. അതായത് ഒപ്രസ്ഡ് ആവാൻ ഒരു ഓപ്പോസിറ്റ് ആൾ വേണമല്ലോ, അത് നമ്മുടെ സ്ത്രീകളാണ്. സോ രണ്ട് സൈഡിലും ഫിൽ ചെയ്യാനുള്ള ആളുകളാണ്. ഒരു സൈഡിൽ മെയിലാണ്, മെയിൽ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒപ്രസ്ഡ് ആവാൻ, എക്സ്പ്ലോയിറ്റ് ആവാൻ സ്ത്രീകൾ വേണം. This is the true of patriarchies as well. Women have risen to powers by becoming queens or prime ministers, have occasionally been in control. But all this does not change the fact that the system is male dominated. Even നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, രാജ്ഞിമാരായിക്കോട്ടെ, പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്ത് സംഭവിക്കുന്നത് ടോട്ടലി ഒരു പാട്രിയാർക്കി ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്, അല്ലെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. So to keep a parallel, in a capitalist society, workers play a very important role. They may even participate in management to some extent, but this does not mean that they are in control. Men and women lives on a stage on which they act out their assigned role, equal in importance. അതിലാണ് അർത്ഥം. നമ്മുടെ കോട്ടിങ്സ് പോലെ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് വി ആർ ഓൾ പ്ലെയേഴ്സ്. പക്ഷെ ഇവിടെ നമ്മൾ രണ്ട് ജെൻഡേഴ്സും ഈക്വൽ പ്ലെയേഴ്സ് ആണ്, ഈക്വൽ പാർട്ടിസിപ്പൻസ് ആണ്. അത് ഈക്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഈക്വൽ ഇമ്പോർട്ടൻസും അസൈൻ ചെയ്തിരിക്കുന്ന റോളുകളാണ്. സോ ദ പ്ലേ കനോട്ട് ഗോ ഓൺ വിത്തൗട്ട് ബോത്ത് കൈൻഡ് ഓഫ് പെർഫോമൻസ്. അതൊരു പ്ലേ, രണ്ട് പെർഫോമേഴ്സും ഇല്ലാണ്ട് ഒരു പ്ലേ നടക്കില്ല. അത് തന്നെയാണ് ഇവിടെ സ്ത്രീയും പുരുഷൻ എന്നുള്ള രണ്ട് ഒരു ആക്ടേഴ്സ് അല്ലെ പ്ലേയേഴ്സ് വരുന്നത്. സോ നീദർ ഓഫ് ദം പ്രൊഡ്യൂസ്ഡ് മോർ ഓർ ലെസ് ഓർ കോൺട്രിബ്യൂട്ടഡ് മോർ ഓർ ലെസ് ടു ദ ഹോൾ. നീദർ ഈസ് മാർജിനൽ ഓർ ഡിസ്പെൻസിബിൾ. ബട്ട് ദ സ്റ്റേജ് സെറ്റ് ഇസ് കൺസീവ്ഡ്, പെയിന്റഡ് ആൻഡ് ഡിഫ്. അതായത് ഇവിടുത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെയിന്റഡ് ഓർ കൺസീവ്ഡ് ഓർ ഡിഫൈൻഡ് ബൈ മെൻ. അതാണ് പ്രത്യേകത. ഏത് പെർഫോമൻസ് ആണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ പുരുഷന്മാരാണ്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ദെൻ അതിന് നമുക്കിപ്പോൾ കാണാം, ഇപ്പം ഈവൻ സിനിമയിലാണെങ്കിൽ പോലും ഏറ്റവും ഹീറോയിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുരുഷന്മാർക്കാണ് കൊടുക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടൊരു സ്ത്രീക്ക് ഒരു പുരുഷനെ പോയി രക്ഷപ്പെട്ട ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു ഹീറോ ടാഗ് കൊടുത്തുകൂടാ? അതെപ്പോഴും ആളുകൾ തമാശയോടെ എടുക്കും. പിന്നെ പെൺകുട്ടികൾ ഇത്ര ശക്തിയുള്ളവരല്ല ആൺകുട്ടികളെ പോയി രക്ഷിക്കാൻ. ദാറ്റ് ഈസ് അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി കരുതുന്നത്. അതായത് എപ്പോഴും ഒരു സ്ത്രീയാണ് പുരുഷനെ രക്ഷിക്കുന്നത് എന്നുള്ള ആ ഒരു അങ്ങനത്തെ ഒരു ഒരു സിഗ്നേച്ചേർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് പലപ്പോഴും ഇതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കുന്നതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. Then the next question is, but women also support the rule of men. Without their cooperation, patriarchy would not exist. Why do they do this? അവർ പറയുന്നത് സ്ത്രീകൾ ഒരുപക്ഷെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു. അവരുടെ കോപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. ഒരു പക്ഷെ ശരിയായിരിക്കും, അതൊരു പോയിന്റ് വരെ ശരിയാണ്. അവരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. വി നോ ഫോർ എക്സാമ്പിൾ ദാറ്റ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ദി ലോക്കൽ സോൾജേഴ്സ്, policemen, civil servants, a handful of British rulers could not have managed to rule large countries and continents. So without the tacit cooperation of slaves, slavery would not have lasted for so long. So it is the same with women. അവർക്കും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട്, അവരും ഒരു പാർട്ടാണ്. അവരും ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഇതൊക്കെ ഈ ഒരു പ്രാക്ടീസസ് എല്ലാം എൻകറേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസും ഉണ്ടാവുന്നുണ്ട്. അതും നമുക്കൊരിക്കലും ഈ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നതും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വുമൻ ഹാവ് ഓൾവേസ് ഷെയർഡ് ദ ക്ലാസ് പ്രിവിലേജ് ഓഫ് മെൻ ഓഫ് ദെയർ ക്ലാസ് ആസ് ലോങ് ആസ് ദേ വർ അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് മെൻ. പലപ്പോഴും ഈ ഒരു പ്രൊട്ടക്ഷൻ സീക്കിങ്ങിനായിട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് in order to retain privilege, a women are continually renegotiating their bargaining power, so to speak, sometimes at the cost of other women. Palappozhum it is important that we look at the overall system and analyze the reason behind this. It is true that
women often treat their sons better. നമുക്ക് ശരിക്കും നമുക്ക് കാണാം, ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ പോലും കാണുന്നത് എന്താണ്, അമ്മമാരെപ്പോഴും ആരെയാണ് കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത്, മോന്മാരെയാണ്, മകന്മാരെയാണ്. അത് തന്നെ അവരൊരു സ്ത്രീയായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാത്തത്, പെൺകുട്ടികൾക്ക് അമ്മമാര് പറയും പെൺകുട്ടികളോട് പുറത്തു പോകരുതെന്ന്. അതൊക്കെ എന്താണ്, സ്ത്രീകളും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റെന്താണ്, അമ്മായിയമ്മ മരുമകൾ പോര്, ഇതെല്ലാം സ്ത്രീകളിലും ഈക്വലി കാരണക്കാരാവുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ a rural woman explains this very graphically, that she said, men in our families are like the sun, they have the light of their own resources, have income, they are mobile, have the freedom to take decisions, etc. Women are like satellites without any light of their own. They shine only if and when the sun's light touches them. This is why women have to constantly compete with each other to have a bigger share of sunlight. Because without this light, there is no life എന്നാണ് പറയുന്നത്. അതായത് പുരുഷന്മാരെ ഒരു സണ്ണായിട്ടാണ് ഇവിടെ പറയുന്നത്, കാരണം അവർക്ക് അവരുടെ ലൈറ്റ് ഉണ്ട്. പക്ഷെ സ്ത്രീകൾ ആർ സാറ്റലൈറ്റ്സ് who depend upon this light or this shining of the sun എന്നാണ് പറയുന്നത്, in order for them to shine in their life എന്ന്. So do all men benefit as men from patriarchy? അത് നമുക്ക് yes എന്നും പറയാം, no എന്നും പറയാം. ബിക്കോസ് മെൻ വെദർ ദേ വോണ്ട് ടു ഓർ നോട്ട് എൻജോയ് സർട്ടൺ, ചിലവരൊക്കെ ഇങ്ങനെ ഞാനിത് വലിയായിട്ട് താല്പര്യപ്പെടുന്നില്ല, എനിക്ക് ഇക്വാളിറ്റിയാണ് വേണ്ടത് പറഞ്ഞാൽ പോലും മീൻസ് ദേ എൻജോയ്, സംടൈംസ് ദേ എൻജോയ് സർട്ടൺ പ്രിവിലേജസ്. ഈവൻ വർക്കിംഗ് ക്ലാസ് മെൻ ഹു ആർ പവർലെസ് ഹാവ് പവർ ഓവർ ദെയർ മെൻ. അതായത് അതും കാണാം, ഓൾ മെൻ എൻജോയ് ഗ്രേറ്റ് മൊബിലിറ്റി, ആക്സസ് ടു റിസോഴ്സസ്, ഫുഡ്, ഹെൽത്ത്, ഇതെല്ലാം ഉണ്ട്. ബട്ട് ഇൻ അതർ സെൻസ് മെൻ ആർ ഓൾസോ ഡിസഡ്വാൻറ്റേജ്ഡ് ബൈ ദ പാട്രിയാർക്കി. ഇതൊക്കെ ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ പോലും അവർക്കും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അവരും പലപ്പോഴും സ്റ്റീരിയോ ടൈപ്സ് ആയിട്ട് പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് എന്താണ്, പുരുഷന്മാർ കരയാൻ പാടില്ല. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് കരഞ്ഞുകൂടാ? സ്ത്രീകളെ പോലെ തന്നെ അവർക്ക് വിഷമങ്ങളുണ്ട്. അപ്പൊ അതൊരു കാര്യം, പുരുഷന്മാർ കരഞ്ഞ അയ്യേ ഇവന് കരയുന്ന എന്തിനാണ് എന്നുള്ള ചോദ്യം വരും. സോ വൈ ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് ബീങ് റേസ്ഡ്? അതൊരു സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. ദാറ്റ് പുരുഷന്മാർ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, പുരുഷന്മാർ ഭാര്യമാരെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവനൊരു ആണാണോ എന്നാണ് ചോദിക്കുന്നത്. 2 അടി കൊടുത്ത് നിർത്താൻ പറ്റില്ലെങ്കിൽ അവനൊരു ആണാണോ? അത് ഒരു തരത്തിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അവരിൽ. മെൻ ഹു ആർ ജെന്റിൽ ആൻഡ് അൺഅഗ്രസീവ് ആർ ഹറാസ്ഡ് ആൻഡ് മോക്ഡ് ഫോർ ബീങ് ദാറ്റ്. ഇപ്പം നിന്നെ കൊണ്ടൊരു കാര്യത്തിനും കൊള്ളത്തില്ലടാ, പിന്നെ നിന്റെ ഭാര്യ അങ്ങോട്ട് വരേണ്ട അടിക്കണം, ഇതൊക്കെ പറഞ്ഞാൽ അൺഅഗ്രസീവ് ആയിട്ടുള്ള ആൺകുട്ടികളെ പോലും ആളുകൾ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദർ ഇസ് എ റെഫറൻസ് ഓഫ് എ കഥക് ഡാൻസർ. I know a man who was a 4-hour subject to a ridicule pegged. I know a man who was 4-hour subjected because he was training to be a Kathak dancer and was fond of swing and knitting, all feminist activities unfit for a real man. So what is this real man? എന്താണ് ഈ റിയൽ മാൻ എന്ന് പറഞ്ഞാൽ? ഇസ് ദർ സംതിങ്, ഒരു ബുക്ക് തിയറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടോ ഒരു റിയൽ മാൻ ഇങ്ങനെ ആവണമെന്ന്? ഒന്നുമില്ല. ഇവൻ നമുക്ക് ഇപ്പം ഞാൻ ഓർക്കുന്നത് ദ മൂവി റോക്കി ഓർ പ്രേം, അതിൽ പോലും ദ ഹീറോയിൻസ് ഫാദർ ഈസ് എ കഥക് ഡാൻസർ. അവിടെ പോലും ഒരു വളരെ റോയൽ ആയിട്ടുള്ള ഒരു ഫാമിലി പോലും അയാളെ എന്ത് മോക്ക് ചെയ്തിട്ടാണ് കാണുന്നത് എന്നുള്ളത്. ഈവൻ ടുഡേ ഇപ്പോഴും ആ ഒരു സബ്ജക്റ്റ് പ്രിവലന്റ് ആയതുകൊണ്ടാണല്ലോ അതിപ്പോഴും മൂവിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിപ്പോഴും ആളുകൾ കാണുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ആർ ട്രീറ്റിംഗ് മെൻ, സോ ഹൗ മെൻ ഷുഡ് ബിഹേവ് എന്നുള്ളത്. കഥക് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അത് ലേഡി ഗേൾസിനുള്ളതല്ലേ, അല്ലെങ്കിൽ വിമനുള്ളതല്ലേ? ഹൂ സെഡ് ദാറ്റ്? ഇഫ് മെൻ വാണ്ട് ടു ഡാൻസ് ദേ ക്യാൻ ഡാൻസ് എന്നുള്ള രീതിയിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ദാറ്റ് ഈസിലി. പലപ്പോഴും അൺനെസസറി ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പലപ്പോഴും പ്രശ്നങ്ങളാക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. So the next question is that what about matriarchal societies or communities like the Nayars in Kerala? This is the question. This is the last question we will be leading. And what about this matriarchal society? ഇപ്പം നായർ സൊസൈറ്റി ഒക്കെ എന്താണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ആക്ച്വലി there is no historical evidence of the existence of matriarchy. മാട്രിയാർക്കി ഉണ്ടെന്നുള്ളതിനൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒരിടത്തും ഇല്ല. Sometimes people confuse matrilinear or matrilocal systems with matriarchy. സോ ഈ മാട്രി ലോക്കൽ എന്ന് പറഞ്ഞ കസ്റ്റം എന്താണ്? ഭർത്താക്കന്മാര് ഭാര്യമാരുടെ വീട്ടിൽ പോയി താമസിക്കുന്നതാണ് ഈ ഒരു മാട്രി ലോക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. മാട്രി ലീനിയൽ എന്ന് പറയുമ്പോൾ ഫാക്ട് ഓഫ് സംവൺ ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ ഫാമിലി ഹു ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫീമെയിൽ റിലേറ്റീവ്സ്.
ഫീമെയിൽ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതാണ് മാട്രിലീനിയൽ എന്ന് പറയുന്നത്. സോ അത് പലപ്പോഴും മാട്രിയാർക്കിയായിട്ട് കൺഫ്യൂസ് ആയി പറയുന്ന ഒരു കാര്യമാണ് ദിസ് മാട്രിലീനിയൽ അല്ലെ മാട്രിലോക്കൽ എന്നൊക്കെ പറയുന്നത്. സോ വാട്ട് എക്സിസ്റ്റ് എമോങ് ദി നായേഴ്സ് ഓഫ് കേരള ആസ് മാട്രിലീനിയാലിറ്റി and matrilocality. It is important to distinguish between these terms. In matrilineal, the lineage is traced to the mother. ഇപ്പോൾ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും മാട്രിലീനിയൽ എന്താണ്, അമ്മയിൽ നിന്ന് മകളിലേക്കാണ് പോകുന്നത്. സം കമ്മ്യൂണിറ്റീസ് മേ ഓൾസോ ബി മാട്രിലോക്കൽ, അതായത് ഹസ്ബൻഡ് എന്താണ് ഭാര്യമാരുടെ വീട്ടിൽ വന്ന് താമസിക്കുക, അതാണ് ഈ മാട്രിലോക്കൽ എന്ന് പറയുന്നത്. സോ ഓൾദോ ദ പൊസിഷൻ ഓഫ് വിമൻ ഈസ് മച്ച് ബെറ്റർ ഇൻ മാട്രിലീനിയൽ ആൻഡ് മാട്രിലാക്കൽ സൊസൈറ്റി, ദേ ആർ സ്റ്റിൽ നോട്ട് മാട്രിയാർക്കൽ. മാട്രിയാർക്കൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം മാട്രിയാർക്കൽ സൊസൈറ്റിയിൽ women would be in a dominant position in control of the state power, religious institution. മാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ അതാണ്. ശരിക്കും കേരളത്തിലെ നായർ സൊസൈറ്റിയിൽ മാട്രിലീനിയൽ അല്ലെങ്കിൽ മാട്രിലോക്കലൊക്കെയാണ് പ്രാക്ടീസ്, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈവൻ ഇൻ മാട്രിയാർക്കൽ സൊസൈറ്റീസ് റിയൽ കൺട്രോൾ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബ്രദേഴ്സ്. മാട്രിയാർക്കലാണെങ്കിൽ പോലും അങ്കിൾ ബ്രദർ ഒക്കെയാണ് ശരിക്കും കൺട്രോൾ ഉള്ളത്. The matrilineal matrilocal system which existed among the Nayars of Kerala in the northeast of India has been weakening and disappearing under the pressure of patriarchal ideology. അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി വന്നിട്ടാണ് ഇതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു വീക്കനിങ് അല്ലെ ഡിസപ്പിയറിങ് സ്റ്റേറ്റ് വന്നെന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ മാൻ മെയ്ഡ്. അതെല്ലാം പ്രീ ഓർഡൈൻഡ് അല്ല, ഇതെല്ലാം മാൻമെയ്ഡ് ആയിരുന്നുള്ളതാണ് ദ റിയാലിറ്റി ഇസ്. ആൻഡ് വി ക്യാൻ ഡീൽ വൺ മോർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നെവർത്തിലെസ് യു സീം ടു ബി ഇംപ്ലൈങ് ദാറ്റ് patriarchy has become more powerful in say the last 100 years or so. Is this so? ഇതിനൊരു ആൻസർ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ഇഷ്യൂ ആൻഡ് കനോട്ട് ബി ജനറലൈസ്ഡ് ഫോർ ഓൾ സൊസൈറ്റീസ് ഓർ കമ്മ്യൂണിറ്റീസ്. In some ways, women have definitely gained more rights. അതായത് റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു ഇൻഹെറിറ്റ്, ഫോർ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ജോബ്സ്, അവിടെ എല്ലാം കുറച്ചുകൂടെ സ്ത്രീകൾക്ക് റൈറ്റ്സ് കൂടിയിട്ടുണ്ട്. Therefore is also much greater awareness about women's oppression and the need to tackle it systematically. Women themselves have organized for change. ഇപ്പോൾ സ്ത്രീകൾ പോലും ചേഞ്ച് എന്നുള്ളത് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. But then there are other ways in which women seem to be worse off. അതായത് എന്താണ്, ഒബ്ജക്ടിഫിക്കേഷൻ ബൈ ദ മീഡിയ, അല്ലെങ്കിൽ വിമനെ പലപ്പോഴും കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഒരു സോപ്പിന്റെ പരസ്യത്തിലാണെങ്കിൽ പോലും മമ്മി എന്തോ നിങ്ങളുടെ എന്താ, നമുക്കിപ്പോൾ പല പരസ്യങ്ങൾ കേൾക്കാമല്ലോ, സന്തൂർ മമ്മി, അല്ലെങ്കിൽ അതിലൊക്കെ എപ്പോഴും സ്ത്രീകളെയാണ് എന്താണ് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ ലേഡി ഈസ് ബീങ് ഒബ്ജക്ടിഫൈഡ്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് യെറ്റ് അനദർ ഒരു എന്താണ് ഹാർഷ് റിയാലിറ്റി എന്നുള്ളത്. And in India, among communities where dowry was non-existent, it is now being practiced. അതൊരു ഇപ്പം ഡൗറി പണ്ടൊക്കെ, ഇപ്പോൾ ഡൗറി എന്നുള്ള പേരിലായിരിക്കില്ല, പക്ഷെ എന്നാൽ പോലും എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടി ഞങ്ങളുടെ സമ്മാനം, സ്നേഹോപകാരം, ഇതെല്ലാം ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഡൗറി, റൈറ്റ്? അല്ലെങ്കിൽ ഡൗറി കൊടുക്കാം നമുക്ക് സ്ത്രീകളുടെ പേരിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്കായിട്ട് എഴുതി കൊടുക്കണം. അതും അതിനെയും കൺട്രോൾ എന്താണ്, പുരുഷന്മാർക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യം എന്താണ്, അതിൻ്റെ ഒരു മീൻസ് it should be practiced in an equal way, right? Both men and women have to be treated equally. അതാണ് the reality എന്ന് പറയുന്നത്. It is not matriarchy or it is not patriarchy. It is gender equality that has to be prevailed. So this is all about, I think this is all, we have covered almost all the areas. And on the question of whether there has been a progress or regress in women's position, she says that patriarchy is not a historical constant. Modifications in gender relations over the last century have been interpreted variously as progress, regress, and involving no overall change. So Marxist as regress followed by stasis and radical feminists are embracing no significant change. അതായത് എന്താണ്, ഇതൊരു ജെൻഡർ റിലേഷൻ ആണ് മാറുന്നത്, ജെൻഡർ റിലേഷനിലാണ് മോഡിഫിക്കേഷൻസ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്, പാട്രിയാർക്കിയോ മാട്രിയാർക്കിയോ അല്ല, that we need gender equality that has to be prevailed in this society. So this is all about this essay, What is Patriarchy, which is written by Kamala, Bhasin. And if you have not watched the first part of this video, please do watch so that you will get a connection with the whole essay. And please don't forget to like, share and subscribe. And thank you all, and see you in another episode.